ദൃശ്യം 3 കണ്ട് ഒരു ബ്രൂട്ടൽ ക്രിമിനൽ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നോ അതാണ് പടം. സെക്കൻഡ് പാർട്ട് ഒരു ക്ലാസിക് ക്രിമിനൽ ആണെങ്കിൽ തേർഡ് പാർട്ട് ഒരു ബ്രൂട്ടൽ ക്രിമിനലിലേക്ക് ആൾ മാറി എന്നുള്ളതാണ്. അതായത് ഈ പടം കുറച്ചും കൂടെയൊക്കെ ഒരു പേഴ്സണൽ ലെവലിലേക്ക് ഫാമിലി അറ്റാക്കിലേക്ക് ഈ പടം കൊണ്ടുപോകുന്നുണ്ട്. അത് ഫസ്റ്റ് പാർട്ട് പോലെയല്ല സെക്കൻഡ് പാർട്ട് പോലെയല്ല തേർഡ് പാർട്ട്. ആ ഒരു വ്യത്യാസം ഇവരെന്ത് സെക്കൻഡ് ഹാഫിൽ ഒരു ഒരുക്കിയിട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ട് ഒബ്വിയസ്ലി എല്ലാ പടത്തിലും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ആ ഒരു ഫാമിലി ഡ്രാമ, ആ ഒരു ഫാമിലി, ആ ഒരു സാഹചര്യം, സന്ദർഭം സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു ലീഡ് ഒപ്പിക്കുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പടം വേറൊരു പാറ്റേണിലേക്ക് ഇവർ ചെയ്തെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു റിപ്പീറ്റേഷൻ സെക്കൻഡ് പാർട്ടുമായിട്ട് ഇല്ല എന്നുള്ളതാണ്. കാരണം വീണ്ടും കേസ് നോഷനാണ്. അതേ കേസ് നോഷൻ ഇവിടെ നടക്കുമ്പോൾ ഒരു റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യാന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നിൽക്കും. പക്ഷെ ഇതൊരു വേറെ രീതിയിലേക്ക് ഒരു കുറച്ചുകൂടെ വില്ലന്മാരെ സ്ട്രോങ് ആക്കിയിട്ട് പോർട്രേ ചെയ്തിട്ടാണ് ഈ പടം ഇറക്കിയിട്ടുള്ളത്. ഒബ്വിയസ്ലി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ലാസ്റ്റ് അരമണിക്കൂർ കത്തിക്കലുണ്ട്, ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് വേറെ തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസുകളാണ്. നമുക്കങ്ങനെ സ്പോയിലറായിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു ട്വിസ്റ്റുകളാണ്. കാരണം ബാഹുബലിയിൽ കട്ടപ്പയെ പിന്നീട് എന്ത് കുത്തി എന്ന് ചോദിക്കുന്ന പോലെ തന്നെ നമുക്ക് ചോദിച്ചാലും അങ്ങനെ ഉത്തരം പറയാൻ ഈ പടം മൊത്തം പറയേണ്ട ഒരു അവസ്ഥയ്ക്കാണ്. കാരണം ആ ലെവലിക്കാണ് ഈ പടം ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കൊറിയൻ പടത്തിലൊക്കെ കാണുന്ന പോലത്തെ ക്ലൈമാക്സ് ലെവലിലുള്ള ഹോണ്ടിങ് ലെവലിലേക്കാണ് ഈ പടം എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ലെവലിക്ക് പ്രിപ്പയർഡ് ആയിരിക്കില്ല ഈ പടത്തിന്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക വേറെ തരത്തിലേക്കുള്ളൊരു ത്രില്ലറാണ് ഈ പടത്തിലൂടെ നമുക്ക് കാണാൻ പറ്റിയത്. അവിടെ ലാലേട്ടൻ്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. പലതരത്തിലുള്ള ഇമോഷൻസ്, പലതരത്തിലുള്ള പേടികൾ, എന്താ പറയുക കരയുന്ന സീനുകൾ, നിസ്സഹായതയായിട്ടുള്ള സീനുകൾ, പല ഇമോഷൻസും ആൾ വളരെ ഈസി ആയിട്ട് എന്താണ് ആൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആൾക്ക് പെർഫോം ചെയ്യാൻ നല്ലൊരു സ്പേസ് ഈ പടത്തിലുണ്ട്. ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ജോർജ് കുട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ജോർജ് കുട്ടി ഇമോഷണലി ഈ പടത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് എന്താണ് ഇമോഷനിലൂടെ ആൾ ഈ പടത്തിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമുക്ക് പോലും പല സമയത്തും ജോർജ് കുട്ടിയുടെ നിസ്സഹായതയും ജോർജ് കുട്ടിയുടെ പേടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആളുടെ ആ ഒരു എന്താ പറയുക വിഷമമൊക്കെ നമുക്ക് എന്ത് ചെയ്യും കൊള്ളും. ആ ലെവലിലേക്ക് പടം നമ്മൾ എന്തുണ്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ആ ലെവലിക്ക് നമ്മൾ എന്താ പറയുക കൈയടിച്ചു പോകും. ആ ലെവലിക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു മാസോ ഭയങ്കര എന്താണ് ഗൂസ്പംസ് കൊണ്ടല്ല, ആളുടെ ഒരു ഫാമിലി മാൻ നിൽക്കുക, ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആൾ ഏതൊക്കെ വരെ പോകുന്ന ലെവലിക്ക് നമുക്ക് നേരിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യും. ആ ലെവലിക്കാണ് ഈ പടം എന്ത് ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് ഫോർത്ത് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോർത്ത് പാർട്ട് ലീഡ് ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കുഞ്ഞ് എന്താ ചെയ്യാന്നുള്ളത് അതേ ചിന്ത നമ്മൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു ഇനിയിപ്പോൾ എന്താണ് ഈ കേസ് കുത്തിപ്പോക്കാനുള്ളത്, ഇനിയിപ്പോൾ എന്താ ലൂപ്പ് ഹോൾസ് ഉള്ളത്. പക്ഷേ ഈ തേർഡ് പാർട്ടിലും അവർ പല ലൂപ്പ് ഹോൾസും അവിടെ നിന്നും എന്താണ് ഉണ്ടാക്കിയെടുത്ത് ഈ കേസ് വീണ്ടും അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ്. ഒരു അൺഒഫീഷ്യൽ അന്വേഷണം ആണെങ്കിൽ പോലും അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു, കുറച്ചും കൂടെ പേഴ്സണലായിട്ട് ജോർജ് കുട്ടിയുടെ ഫാമിലി അറ്റാക്ക് ചെയ്യുന്ന വിളിക്കുകയാണ് ഒരു എന്തിനു ഒതുക്കുന്നത്. ആ പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ ജോർജ് കുട്ടിയും കുറച്ചും കൂടെ പേഴ്സണലായിട്ട് തന്നെയാണ് ഈ കേസിനെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറൈസേഷനിൽ പല മാറ്റങ്ങളുണ്ട്, ഈ സിദ്ദീഖിൻ്റെ ക്യാരക്ടറൈസേഷനിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേണി അത് കഴിഞ്ഞൊരു 10-15 വർഷത്തെ അവരെ മാറ്റങ്ങൾ ഈ പടത്തിൽ എന്ത് ചെയ്യണം അവരെ ക്യാരക്ടറൈസേഷൻ എല്ലാം കാണുന്നുണ്ട്. അതൊക്കെ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. മൊത്തത്തിൽ ഞാൻ പറയുമ്പോൾ പടം ഒരു മിസ്റ്ററി വ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചിലരൊരുപ്പെങ്കിൽ സെക്കൻഡ് പാർട്ട് പോലത്തെ ഒരു മാസ് ട്വിസ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ച് പോവാം. അങ്ങനെയല്ല, അത് വേറെ തരത്തിൽ തന്നെ ഒരു ഫാമിലി ഡ്രാമ, ഫാമിലി ത്രില്ലറിൽ ജീതോസ് പറഞ്ഞ പോലെ തന്നെ ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ ഈ റെസ്പോൺസ് വന്നെങ്കിലും ഇത് ആ ഒരു ലെവലിലേക്ക് നമുക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ വളരെ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു പടം ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ വളരെ ഇമോഷണലി കണക്റ്റ് ആക്കി അവസാനിപ്പിക്കുന്നുണ്ടേനും.